സാറേ ബന്ധങ്ങൾ സാറിൻ്റെ ഏതെടുത്ത് നോക്കിയാലും ഒരു വ്യക്തി സാറിനെ വിശ്വസിച്ച് ഒരു സ്റ്റുഡിയോ ഏൽപ്പിക്കുന്നു, സാറ് സന്തോഷമായിട്ട് ആ സ്റ്റുഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റാരുമല്ല, മലയാളികളുടെ ഇന്നും എക്കാലത്തെയും സ്വന്തം മമ്മൂക്കയുമായിട്ടൊരു ബന്ധം എന്തായിരുന്നു? അത് സ്റ്റുഡിയോ ഏൽപ്പിച്ചതല്ല, അത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിൻ്റെ പ്രൊഡക്ഷൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചതാണ്. ജ്വാലയായി എന്ന് പറയുന്നത് അത് 2000 മാർച്ച് 27 ദൂരദർശനിൽ തുടങ്ങിയ ഒരു സീരിയലാണ്. ഞാനൊന്ന് കോളേജ് അധ്യാപകനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അതൊരു കുറച്ചൊരു കഠിനമായ പണിയായിരുന്നു. കാരണം ഈ ദിവസവും സീരിയലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ജോലിയും ഉണ്ട്, അധ്യാപകനുണ്ട്. ഞാൻ വൈകിട്ട് എല്ലാ ദിവസവും 4 മണിക്ക് കോളേജിൽ നിന്ന് ലൊക്കേഷനിൽ പോവുക, അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ പോയിട്ട് പിറ്റേത്തെ എപ്പിസോഡ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഡബിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊരു ഗംഭീര വിജയമായിരുന്നു. അതിൻ്റെ അവസാനമാണ് അദ്ദേഹം ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചൊരു സ്റ്റുഡിയോ തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ ചുമതല. നല്ല മമ്മൂക്കയുമായിട്ടൊരു ബന്ധം എന്താണ്? ബന്ധം ഈ സീരിയലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടൂർ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ വന്നപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണാനും പരിചയപ്പെടാനും സൗകര്യം ഉണ്ടായി. കാരണം അത് വലിയ തിരക്കും ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സെറ്റായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ കുറച്ചുകൂടെ അടുത്ത് ബന്ധപ്പെടാനും ലോഹ്യം കൂടാനും ഒക്കെ അവസരം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സീരിയലും ഒക്കെ ചെയ്യേണ്ടി വന്നത്.